എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകുന്നേരത്തെ ചായക്ക് പറ്റിയ ഒരു പലഹാരമാണ്. ഒരു ക്രിസ്പിയാണ്, അതുപോലെ തന്നെ സ്വീറ്റ് അല്ല. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. കുറച്ച് കറുമുറ എന്നുള്ള ഒരു സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അതായത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയുള്ളൂ. അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ ഈ ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്താൽ മതി. എല്ലാവർക്കും വളരെ സിമ്പിളാണ്. ഒരു 10 മിനിറ്റിൽ താഴെ സമയം എടുക്കുള്ളൂ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് മാവ് വെച്ച് തന്നെ ഒരുപാട് പൊലിമയുള്ള ഒരു പലഹാരം എന്ന് പറയാം, കുറച്ചധികം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിലേക്ക് പോകാം, വരും. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, ഒരു നുള്ളെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കാശ്മീരി മുളക് പൊടി, അത് 1/2 ടീസ്പൂൺ. വെളുത്ത എള്ള് 1/2 ടീസ്പൂൺ. ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂൺ. ഉപ്പ് നമുക്ക് പാകത്തിന്. ഇത് കരിഞ്ജീരകമാണ്, ഒരു അല്പം. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ചു വരട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും മറ്റുള്ള ഇതിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കണം, നല്ല പോലെ കുഴച്ചെടുക്കണം. ചൂടൊന്ന് ആറണം. കണ്ടോ, ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. അതെ, നല്ല ചെറു ചൂടുണ്ട് ഇപ്പോൾ. ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്കിവിടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് മാറ്റിയിട്ട് കണ്ടോ, ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഇതിങ്ങനെ പരത്തി ഒരുവിധം റൗണ്ട് ഷേപ്പിൽ, അധികം കനമില്ലാതെ. കണ്ടോ, ഇത്രയൊക്കെ കനം മതി. നമുക്ക് ഇതേപോലെ പരത്തി വയ്ക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ പരത്തിയാൽ മതി. പലകയിൽ വെച്ചൊന്നും പരത്തേണ്ട ആവശ്യമില്ല. കണ്ടോ, അധികം കനയില്ലാതെ. കണ്ടോ, ചെറിയ കനം. നമ്മളെല്ലാം പരത്തി തന്നെ വെച്ചു. എന്നിട്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് സ്റ്റൗ കത്തിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി എണ്ണ ചൂടായി വരട്ടെ. എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കുട്ടി പപ്പടം പോലത്തെ ഇത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. 2 വശവും മൂത്ത് കിട്ടണമല്ലോ. നല്ല കറുമുറയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നല്ല ക്രിസ്പി ആയിട്ട് വരും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഒരു 4 മണി പലഹാരം. ഇതിൻ്റെ പാകം എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഒരു ക്രിസ്പി ആയിട്ടിരിക്കണം. അത്രേ ഉള്ളൂ കാര്യം. ഏകദേശം ആയി വരുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ 3 എണ്ണ ഇട്ടുള്ളൂ. കാരണം എല്ലാം കൂടി കിടക്കുമ്പോൾ ചിലപ്പോൾ മൂത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ടാണ്. കുഴപ്പമില്ല, 3-4 ഒക്കെ ഇടാം വേണമെങ്കിൽ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. തവണ ഞാനൊരു 4 എണ്ണം ഇട്ട് കൊടുക്കാൻ പോവാം. ഇത് നമ്മുടെ ലാസ്റ്റ് ബാച്ചാണ്. അതും കൂടെ കോരിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തു. കണ്ടോ, ഇത് വെറും 1/2 കപ്പ് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ, ഒരുപാട് പൊലിമയുള്ള ഇത് പലഹാരം എന്ന് പറയില്ലേ എന്ന പോലെ. നല്ല ഇതാണ്, നല്ല ക്രിസ്പിയാണ് പുറം. കഴിക്കാൻ നല്ല രസമുണ്ട്. ഇത് കട്ടൻ ചായയുടെ കൂടെയും പാൽ ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കണ്ടോ, നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കിട്ടില്ല. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഈവനിങ് സ്നാക്ക്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമൊന്നുമില്ല. ആർക്കും വേണമെങ്കിലും കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ ആർക്കും പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കാൻ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് സെറ്റായില്ലെന്നൊക്കെ വരും. നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റായില്ലെന്നൊക്കെ വരും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ആര് ചെയ്താലും ഇത് വളരെ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.